നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ നിരോധനം ഉടൻ തന്നെ വരുന്നുവെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പുറത്തുവിട്ടത്. എന്നാൽ എന്നാണ് ഈ നിരോധനം ഉണ്ടാകുന്നത്? എന്നത്തേക്കായിരിക്കും പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പൂർണ്ണമായും നിരത്തുകളിൽ നിന്നും ഒഴിവാക്കുന്നത്? അതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ ഡൽഹിയിലടക്കം ഡീസൽ വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഡീസൽ വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ അടക്കം കുറച്ചിരിക്കുന്നതായിട്ടുള്ള സൂചനയും ലഭ്യമാകുന്നു. എന്നാൽ 2025 നിരത്തിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഒരു രാജ്യം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ മലിനീകരണം കുറയ്ക്കുന്നുണ്ട്. ഒപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റം കാരണം ജനങ്ങൾ പൊറുതിമുട്ടുന്നുണ്ട്. നിരവധി ആളുകളാണ് CNGയിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും തിരിയുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ടാകും, പല മാർഗങ്ങൾ അവലംബിക്കും. ഇത് ആളുകളുടെ പ്രവർത്തന ചെലവ്, ജീവിത ചെലവൊക്കെ തന്നെ കുറയ്ക്കാനും മലിനീകരണത്തെ പിടിച്ചുകെട്ടാനും സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഈ നീക്കത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിർത്താനൊരുങ്ങുന്നു. വടക്കൻ യൂറോപ്യൻ രാജ്യമായ നോർവേ 2025 തന്നെ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നത്. പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് ഡീസൽ വാഹനങ്ങളെന്ന് പറയുന്നത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. പെട്രോൾ വാഹനങ്ങളെക്കാൾ കൂടുതൽ NOx PM കണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഡീസൽ വാഹനങ്ങളാണെന്ന് റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു സംഗതിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഇനി മറ്റൊരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് 24ഓളം പെട്രോൾ വാഹനങ്ങൾക്കും 40 CNG വാഹനങ്ങൾക്കും തുല്യമായ മലിനീകരണം കേവലം ഒരു ഡീസൽ വാഹനത്തിൽ നിന്നും ഉണ്ടാക്കുന്നുവെന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഏതെല്ലാം രാജ്യങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ ഈ വാഹനങ്ങൾ നിരോധിക്കും, പ്രൊഡക്ഷൻ അവസാനിപ്പിക്കും എന്നുള്ള കൃത്യമായ ഒരു ലിസ്റ്റാണ് നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയും ഇക്കൂട്ടത്തിലുണ്ട്. 2025 നോർവേയും 2029 ബെൽജിയവും 2030 ജർമ്മനി, ഐസ്ലാൻഡ്, ഇസ്രായേൽ, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളും വാഹനങ്ങൾ നിർത്തലാക്കും. 2035 കാനഡ, ചിലി, ചൈന, ഇറ്റലി, ജപ്പാൻ, ദക്ഷിണ കൊറിയ, പോർച്ചുഗൽ, തായ്ലൻഡ്, UK, USA എന്നീ രാജ്യങ്ങളും അവസാനിപ്പിക്കും. ഇനി ഇന്ത്യയും പാകിസ്ഥാനും 2040 ഈ വാഹനങ്ങളെ അവസാനിപ്പിക്കാനാണ്, നിരത്തുകളിൽ നിന്നും ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2040 ഇന്ത്യയും പാകിസ്ഥാനും കൂടാതെ ഓസ്ട്രിയ, ക്രൊയേഷ്യ, ഈജിപ്റ്റ്, എൽ സാൽവഡോർ, അയർലൻഡ്, മെക്സിക്കോ, ന്യൂസിലാൻഡ്, പോളണ്ട്, സ്പെയിൻ, ടർക്കി എന്നീ രാജ്യങ്ങളും ഈ തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.